റസൂൽ ഒരുപാട് ദിവസം താമസിച്ച ഒരു ഭാഗമാണ്. 13 21 അഭിപ്രായമുണ്ട്. ഖന്തക്കിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ നമ്മൾ ജാബിറിന്റെ സംഭവം പറഞ്ഞതാണ്. അതുപോലെ മറ്റൊരു സംഭവം കൂടി ഖന്തക്കിൽ ഉണ്ടായിട്ടുണ്ട്. അല്ലാഹു റസൂൽ ഖന്തക്ക് ഇങ്ങനെ കുഴിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ശബ്ദം ഇടറുന്നതായി കേട്ട് മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു അങ്ങനെ ഭാര്യയുടെ പറയുന്നുണ്ട്, പെണ്ണെ അല്ലാഹു റസൂലിൻ്റെ ശബ്ദം ഇടറിയിട്ടുണ്ട് എന്ന്. അവിടുന്ന് കൊടുക്കാൻ എന്തേ ഉണ്ടോ എന്ന് ചോദിച്ചു. 2 റൊട്ടി കഷ്ണം അല്പം പെണ്ണ് അല്ലാഹു റസൂലിൻ്റെ അരികിൽ കൊടുത്തപ്പോൾ അവിടെ 300ഓളം വരുന്ന സഹാബികൾ ജോലിയാണ്. ആ 300 പേരെ വിളിച്ച് അല്ലാഹു റസൂൽ ഓരോ 10 വീതം ആളുകൾക്ക് വീതിച്ചു കൊടുത്തതൊക്കെ ഈ ഖന്തക്കിൻ്റെ സമയത്താണ്. പകൽ സമയത്ത് ഖന്തക്കിൻ്റെ ഭാഗത്താണെങ്കിലും രാത്രിയാകുമ്പോൾ അല്ലാഹു റസൂൽ എന്ത് ചെയ്യും, ഈ ഭാഗത്തായിരുന്നു നിന്നിരുന്നത് എന്ന് കാണാം. ഇതിൻ്റെ പേര് ജബലു സിൽഹ എന്നാണ്. ജബലു സിൽഹ എന്ന് മാത്രമേ ജാബിത്തുകളുടെ വെല്ലിപ്പമാരുണ്ട്. അവിടെ അല്ലാഹു റസൂൽ വള്ളം വന്നതിൻ്റെ അടയാളമുള്ള ഭാഗമാണ്. ഇന്നും അടയാളം ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. കാണുന്നുണ്ട് ഈ പച്ച എഴുതിയ സ്ഥലത്ത് ഈ താഴെ നിങ്ങൾ കയറി ഒരു മാർക്ക് ചെയ്ത ഒന്ന് ശ്രദ്ധിച്ചില്ല. പച്ച ഈ ഭാഗത്ത് അവിടെ അല്ലാഹു റസൂൽ പാദം പതിഞ്ഞൊരു ഭാഗമായിരുന്നു. അത് തുർക്കിയിൽ കൊണ്ടുപോയത്. അതിൻ്റെ ബാക്കി ഭാഗമായിരുന്നു ആ ഭാഗത്തുണ്ടായിരുന്നത്. കണ്ടുകയും ആയുധപ്പരകൾ സൂക്ഷിച്ചതുമായ ഭാഗങ്ങളാണ്. അതിന് അതൊക്കെ തുർക്കിയുടെ കാലത്തുണ്ടാക്കിയ അവിടെ ആയുധങ്ങളും വീടുകളും അങ്ങനെ സജ്ജീകരണങ്ങളൊക്കെയാണ്. പോവാ റസൂലുള്ള ഇരുന്ന സ്ഥലം അല്ലേ? റസൂൽ ഇവിടെ സുജൂദ് ചെയ്തിട്ട് ഇരുന്നോ? ഓ അച്ചുക്കാക്ക് ഇങ്ങോട്ടായപ്പോൾ അനീഫ്